ഹലോ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോകുന്നതിൻ്റെ ബയോളജിയുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും. അതിൽ ഫസ്റ്റ് നമ്മൾ എന്തിനെ പറ്റിയാണ് പഠിക്കുന്നത് ചോദിച്ചാൽ കോശങ്ങളുടെ ഘടനയെ പറ്റിയാണ് പഠിക്കുന്നത്. എന്തിനെ പറ്റിയാണ്? കോശങ്ങളുടെ ഘടന. കോശം എന്ന് പറഞ്ഞത് നമുക്കറിയാം. കോശം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് സെല്ലാണ്. കോശം എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലാണ്. അപ്പോൾ ആ സെല്ലിനെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പം എന്താണ് സെൽ അല്ലെങ്കിൽ കോശം എന്നാൽ എന്താണ്? എല്ലാ ജീവിയിലും എന്തുണ്ട്? ജീവികളിലും കോശമുണ്ട്. അപ്പോൾ ഈ കോശം കൊണ്ടാണ് നമ്മുടെ എല്ലാ ജീവികളും അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും എല്ലാത്തിനെയും നിർമ്മിച്ചിരിക്കുന്നത് കോശം എന്ന് പറഞ്ഞ ഇതുകൊണ്ടാണ്, സെല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് സെൽ അല്ലെങ്കിൽ എന്താണ് കോശം എന്ന് പറഞ്ഞാൽ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകത്തെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? കോശം അല്ലെങ്കിൽ സെൽ എന്ന് പറയാം. അപ്പോൾ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം അല്ലെങ്കിൽ സെൽ എന്ന് പറഞ്ഞാൽ എല്ലാ ജീവശരീരവും കോശം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇപ്പം എല്ലാ ജീവനുള്ള ഒരു വസ്തുവാണ് ജീവശരീരവും നിർമ്മിച്ചിരിക്കുന്നത് കോശം കൊണ്ടാണ്. കോശം അല്ലെങ്കിൽ സെൽ, അതിനെക്കുറിച്ചുള്ള പഠനം, സ്റ്റഡി ഓഫ് സെൽ അല്ലെങ്കിൽ കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി എന്നറിയപ്പെടുന്നത്. ഇനിയും സെൽ എന്ന് പറഞ്ഞ ഒരു വാക്ക് എവിടെ നിന്നാണ്, ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ആ ഏത് ഇതാണെന്ന് വെച്ചാൽ ലാറ്റിൻ പദമാണ്. ആ സെൽ എന്ന് പറഞ്ഞത് ഒരു ലാറ്റിൻ പദമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ചെറിയ മുറി. ഇങ്ങനെ ഓർത്താൽ മതി. നമ്മുടെ ജയിലിന് നമ്മൾ സെല്ലെന്ന് പറയും. അപ്പോൾ സെല്ല് എന്ന് പറഞ്ഞ സംഭവം എന്താണ്? ഒരു ചെറിയ മുറിയാണ്. അതൊരു ലാറ്റിൻ പദമാണ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ സെൽ എന്നത് ഒരു ലാറ്റിൻ പദത്തിന് അർത്ഥം എന്താണ്? ചെറിയ മുറി എന്നാണ്. അടുത്തത് നമ്മുടെ ഈ കോശത്തിൻ്റെ ഒരു സിദ്ധാന്തമുണ്ട്. അതിനെയാണ് നമ്മൾ കോശ സിദ്ധാന്തം എന്ന് പറയുന്നത്. ആ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ച രണ്ട് പേരുകൾ കൂടി ചേർന്നാണ്. ഒരാളുടെ പേര് തിയോഡർ ഷാൻ എന്നും മറ്റാളുടെ പേര് MJ സ്ലീഡൻ എന്നും. അപ്പോൾ തിയോഡർ ഷാനും MJ സ്ലീഡനും കൂടെ ചേർന്നാണ് കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി ആവിഷ്കരിച്ചത്. ആ സെൽ തിയറി പറയുന്നതും ഈ സെല്ലിൻ്റെ നമ്മൾ പഠിച്ച ആ ഒരു ഡെഫിനിഷൻ തന്നെയാണ്. എന്താണ്? എല്ലാ ജീവശരീരവും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് തന്നെയാണ്? കോശം കൊണ്ട് തന്നെയാണെന്നും ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരമായ അടിസ്ഥാന ഘടകം ആണ് കോശം എന്ന് തന്നെയാണ് കോശ സിദ്ധാന്തത്തിലൂടെ MJ സ്ലീഡനും തിയോഡർ ഷാനും മുമ്പോട്ട് വെക്കുന്നത്. ഇനി സെൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരേണ്ട ഒരു ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക് എന്നറിയപ്പെടുന്ന ആൾ. എന്താണ്? റോബർട്ട് ഹുക്ക്. അപ്പോൾ കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ റോബർട്ട് ഹുക്കാണ്. കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കോശത്തെക്കുറിച്ച്, അതായത് കോശം എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി ആദ്യമായി അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ പേരാണ് എന്താണ്? മൈക്രോഗ്രാഫിയ. അത് 1665 റോബർട്ട് ഹുക്ക് തന്നെ രചിച്ച പുസ്തകമാണ് ഈ മൈക്രോഗ്രാഫിയ. ആ മൈക്രോഗ്രാഫിയയിലാണ് ആദ്യമായി കോശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. പിന്നെ ലളിതമായ ഒരു മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ റോബർട്ട് ഹുക്ക് ആദ്യമായി സെല്ല് നിരീക്ഷിച്ചത്. അപ്പം സാധാ രീതിയിലുള്ള ഒരു ലളിതമായ ഒരു മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ സെല്ല് ആദ്യമായി ആര് നിരീക്ഷിച്ചത്? റോബർട്ട് ഹുക്ക് നിരീക്ഷിച്ചത്. അപ്പോൾ റോബർട്ട് ഹുക്ക് എന്ന് പറയുമ്പോൾ തന്നെ മൈൻഡിൽ വരേണ്ടത് എന്താണ്? കോശം ആദ്യമായി കണ്ടെത്തിയ വ്യക്തി റോബർട്ട് ഹുക്കാണ്. റോബർട്ട് ഹുക്കിൻ്റെ ഒരു ബുക്കുണ്ട്. ബുക്കിൻ്റെ പേരാണ് മൈക്രോഗ്രാഫിയ. അതിൽ സെല്ലിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ പുസ്തകമാണ്. അത് ഏത് വർഷമാണ് അദ്ദേഹം രചിച്ചത്? 1665. പിന്നെ ലളിതമായ ഒരു മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ആദ്യമായി കോശത്തെ നിരീക്ഷിച്ചത്. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ന്യൂക്ലിയസ് ആണ്. ഈ കോശത്തിൽ തന്നെ വരുന്ന ഭാഗമാണ് ന്യൂക്ലിയസ്. അപ്പം ഈ കോശ കേന്ദ്രം കണ്ടെത്തി അതിന് ന്യൂക്ലിയസ് എന്ന് വിളിച്ച ശാസ്ത്രജ്ഞൻ നമ്മുടെ റോബർട്ട് ഹുക്ക് അല്ല. അപ്പോൾ ഈ കോശം എന്ന് പറഞ്ഞ സംഭവത്തിന് അതിനൊരു കേന്ദ്രമുണ്ട്, ഒരു ന്യൂക്ലിയസ് ഉണ്ട്. കേന്ദ്രം മീൻസ് ന്യൂക്ലിയസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കോശ കേന്ദ്രത്തിന് അറിയപ്പെട്ടിരുന്ന പേരാണ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ കോശ കേന്ദ്രം കണ്ടെത്തിയ വ്യക്തിയാണ് റോബർട്ട് ബ്രൗൺ ആണ്. ആരാണ്? റോബർട്ട് ബ്രൗൺ. വർഷം 1831. അപ്പോൾ ഈ കോശം കണ്ടെത്തി കഴിഞ്ഞ് ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഈ പറഞ്ഞ കോശ കേന്ദ്രമായ ന്യൂക്ലിയസ് കണ്ടെത്തിയത്. അപ്പോൾ കോശ കേന്ദ്രമായ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1831. ഇനി
കോശങ്ങൾ തന്നെ രണ്ട് തരം കോശമുണ്ട് അല്ലേ? അപ്പം ജീവനുള്ള കോശം എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ആ ജീവനുള്ള എല്ലാ കോശത്തിനും എന്താണ് ജീവനുണ്ട്. അപ്പോൾ ആ ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് ആന്റൺ വാൻ ലിവൻ ഹുക്കാണ്. അത് ഓർക്കാൻ വേണ്ടി ഒരു കാര്യമുണ്ട്. ജീവനുള്ള കോശം എന്ന് പറയുമ്പോൾ തന്നെ ആ ജീവൻ ലിവിങ് സെൽസ് ആണ്. അതുകൊണ്ട് തന്നെ ആ കണ്ടെത്തിയ ആൾക്കും ഉള്ള ലിവിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ആന്റൺ വാൻ ലുവൻ ഹുക്ക്. അപ്പം ലിവിങ് ഹുക്ക് എന്ന് ഓർത്താൽ മതി. ലുവൻ ഹുക്ക്, അത് ജീവനുള്ള കോശം കണ്ടെത്തിയ വ്യക്തിയുടെ പേരാണ് ലുവൻ ഹുക്ക് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇനിയും നമ്മുടെ ഈ കോശത്തിന് പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളുണ്ട്. പ്രധാന കോശഭാഗങ്ങളാണ് ഒന്ന് മർമ്മം, അടുത്തത് കോശസ്തരമുണ്ട്, കോശദ്രവ്യമുണ്ട്, പിന്നെന്താണെന്ന് വെച്ചാൽ കോശഭിത്തിയുണ്ട്, പിന്നെ മൈറ്റോകോൺട്രിയ ഉണ്ട്, ഫേനമുണ്ട്. ഫേനത്തിൻ്റെയൊക്കെ ഇംഗ്ലീഷ് വാക്യൂൾ എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ കോശഭാഗങ്ങൾ, പ്രധാനപ്പെട്ട കോശഭാഗങ്ങളാണ് മർമ്മം, കോശദ്രവ്യം, കോശസ്തരം, കോശഭിത്തി, മൈറ്റോകോൺട്രിയ, ഫേനം. ഇനിയും ഈ കോശങ്ങൾ എന്ന് പറഞ്ഞത് തന്നെ ഒരു കോശമുള്ള ജീവിയുമുണ്ട്, ഒന്നിൽ കൂടുതൽ കോശമുള്ള ജീവികളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ജീവികളെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാറ്റഗറൈസിൽ ഒരു കോശമുള്ള ജീവിയും രണ്ടാമത്തിനകത്ത് ഒന്നിൽ കൂടുതൽ സെൽസ് ഉള്ള ജീവികളുമുണ്ട്. ഒറ്റ കോശമുള്ള ജീവികൾ അറിയപ്പെട്ടിരുന്ന പേരാണ് ഏകകോശ ജീവികൾ അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്നറിയപ്പെടുന്നു. ഒരുമാതിരിപ്പെട്ട എല്ലാ മൈക്രോ ഓർഗാനിസംസും യൂണിസെല്ലുലാർ ഓർഗാനിസം അല്ലെങ്കിൽ ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ്. അതിന് ഉദാഹരണങ്ങളാണ് നമ്മുടെ അമീബ, പാരമേസിയം, യുഗ്ലീന, പിന്നെ നമ്മുടെ ബാക്ടീരിയ. ഇതൊക്കെ ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ്. എന്നാൽ രണ്ടോ അതിലധികമോ കോശമുള്ള ജീവികളെ നമ്മൾ ബഹുകോശ ജീവികൾ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്നറിയപ്പെടുന്നു. അതിന് ഉദാഹരണം നമ്മളെപ്പോലുള്ള മനുഷ്യർ, ജന്തുക്കളും സസ്യങ്ങളുമൊക്കെ അതാണ് ബഹുകോശ ജീവികൾക്ക് ഉദാഹരണമാണ്. ഇനിയും നമ്മുടെ ഈ കോശത്തിൻ്റെ നമ്മൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറഞ്ഞു. മർമ്മം, കോശദ്രവ്യം, കോശസ്തരം, പിന്നെന്തായിരുന്നു കോശഭിത്തി, മൈറ്റോകോൺട്രിയ, ഫേനം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് കോശസ്തരം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കോശസ്തരം എന്ന് പറഞ്ഞാൽ ഒരു കോശത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഒരു ആവരണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോശസ്തരം എന്ന് പറയുന്നത്. അതായത് ഒന്നുമില്ല, എന്താണ് കോശത്തിൻ്റെ ആവരണത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? കോശസ്തരം എന്ന് പറയുന്നു. ഒരു ജന്തുകോശത്തിൻ്റെ, ഇപ്പം നമുക്കറിയാം ജന്തുകോശവുമുണ്ട് സസ്യകോശവുമുണ്ട്. അപ്പോൾ ഒരു ജന്തുകോശത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഒരു ആവരണം അറിയപ്പെടുന്ന പേരിൽ, പുറമേയുള്ള ഭാഗം അറിയപ്പെടുന്ന പേരാണ് കോശസ്തരം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പ്ലാന്റ് സെൽസിൽ എന്തില്ല? കോശസ്തരമില്ല. കോശസ്തരം എന്തിൽ മാത്രമേ ഉള്ളൂ? ആനിമൽ സെൽസിലേ ഉള്ളൂ. അപ്പോൾ ആനിമൽ സെൽസ് അല്ലെങ്കിൽ ജന്തു കോശത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ആ ഒരു ഭാഗം അറിയപ്പെടുന്ന പേരാണ് കോശസ്തരം എന്ന് പറയുന്നത്. ഈ കോശസ്തരം എന്തുകൊണ്ട് നിർമ്മിതമാണെന്ന് ചോദിച്ചാൽ കോശസ്തരം ലിപ്പിഡും പ്രോട്ടീൻസും കൊണ്ട് നിർമ്മിതമാണ്. കോശസ്തരം എന്തുകൊണ്ട് നിർമ്മിതമാണ്? ലിപ്പിഡുകളും പ്രോട്ടീൻസും കൊണ്ട്. ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാറ്റാണ്. പ്രോട്ടീൻസും ലിപ്പിഡ്സും കൊണ്ട് നിർമ്മിതമാണ് ഈ കോശസ്തരം എന്ന് പറഞ്ഞത്. ഇനിയും നമ്മുടെ ഈ കോശസ്തരത്തിൻ്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മാതൃക എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്, ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. അപ്പോൾ ഈ കോശസ്തരത്തിൻ്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരാൾ സിംഗറും ഒരാൾ നിക്കോൾസണും എന്ന പേര്, നിക്കോൾസൺ എന്ന് പറഞ്ഞ രണ്ട് പേര്, സിംഗർ ആൻഡ് നിക്കോൾസൺ. അത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1972 അവർ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. എന്താണ്? കോശസ്തരത്തിൻ്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറഞ്ഞൊരു മോഡൽ അവരെന്ത് ചെയ്തു? കൊണ്ടുവന്നു. അവരുടെ പേരാണ് സിംഗർ എന്നും നിക്കോൾസണും എന്നാണ് അറിയപ്പെടുന്നത്. 1972 ഒരു കോഡ് ഓർത്താൽ മതി. എന്താണ്? സിംഗറും ഓർക്കുക, പിന്നെന്താ നിക്കോൾസൺ. അപ്പം എന്താ, ഒരമ്മ ഒരു മോനെ എന്ത് ചെയ്യുക? വിളിക്കുകയാണ്. എടാ നീ അവിടെ നിൽക്കൂ, നീ കോൾസൺ, നീ കോൾ ചെയ്യുക. മോനെ വിളിക്കുന്നു. ആരെയാണ്? സൺ, മോനെ വിളിക്കുന്നു. ഇപ്പം നിക്കോൾസൺ എന്തിനു വേണ്ടിയാണ് വിളിക്കുന്നത്? പാട്ട് പാടാൻ വേണ്ടിയാണ്, സിംഗർ. അപ്പോൾ ആരൊക്കെ ചേർന്നാണ് ഈ കോശസ്തരത്തിൻ്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മാതൃക. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അറിയാം നമുക്ക് ലിക്വിഡാണ്. എന്നിട്ട് പറയുവാണ് എന്താണ്? നിനക്ക് പാട്ട് പാടണമെങ്കിൽ, നിനക്ക് പാട്ട് നല്ലൊരു സിംഗർ ആവണമെങ്കിൽ നീ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? ഫ്ലൂയിഡ്, വെള്ളം കുടിക്കണം. അപ്പോൾ എന്താ? ഫ്ലൂയിഡ് മൊസൈക്ക് മാതൃക മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ്റെ പേര് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ
ചോദിച്ചാൽ അത് തെറ്റായിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കോഡ് പറഞ്ഞത്. ഒന്ന് സിംഗറും പിന്നെ ആരായിരുന്നു, നമ്മുടെ എന്തായിരുന്നു അടുത്ത ആളുടെ പേരാണ് നിക്കോൾസൺ. അത് ഏത് വർഷം? 1972. ഏകദേശം ഒരു 72 ഏജ് ഒക്കെയാണ് ഒരു മനുഷ്യൻ്റെ ആയുർദൈർഘ്യം. അപ്പം അത് ഓർത്താൽ മതി. അപ്പം നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച ഒരു 72 വയസ്സ് വരെയൊക്കെ നമുക്ക് വലിയ അസുഖമൊന്നുമില്ലാതെ മുമ്പോട്ട് പോകാമെന്ന് കോഡ് ഓർത്താൽ അപ്പോൾ ആ ഒരു വർഷവും നമുക്ക് കിട്ടും, 1972. അപ്പോൾ അതൊക്കെയാണല്ലോ. അപ്പോൾ കോശസ്തരത്തിൻ്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മാതൃക മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നിക്കോൾസണും പിന്നെ സിംഗറുമാണ് 1972. ഇനി കോശസ്തരത്തിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ഒരു ദ്രവ്യം പോലത്തെ ഭാഗമുണ്ട്. ആ ദ്രവ്യം പോലത്തെ ഭാഗം അല്ലെങ്കിൽ ഒരു പദാർത്ഥം അറിയപ്പെടുന്ന പേരാണ് എന്ത്? കോശദ്രവ്യം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യ പദാർത്ഥം അറിയപ്പെടുന്ന പേര് കോശദ്രവ്യം എന്ന് അറിയപ്പെടുന്നു. ഈ കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്തറിയാം. അപ്പോൾ ഈ കോശസ്തരം എന്ന് പറഞ്ഞ ഭാഗമുണ്ടല്ലോ, കോശസ്തരം നമ്മുടെ എന്താ ജീവനുള്ള ഒരു കോശത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള ആ ഭാഗമാണ് ഈ കോശസ്തരം. ആ കോശസ്തരത്തിനുള്ളിലുള്ള എല്ലാ പദാർത്ഥങ്ങളും ചേർന്ന് അറിയപ്പെടുന്ന പേരാണ് ജീവദ്രവ്യം എന്നറിയപ്പെടുന്നു. ആ ജീവദ്രവ്യത്തിൻ്റെ ഇംഗ്ലീഷാണ് പ്രോട്ടോപ്ലാസം എന്നറിയപ്പെടുന്നത്. ആ കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്ന പേരാണ് ജീവദ്രവ്യം. ആ ജീവദ്രവ്യത്തിൻ്റെ ഇംഗ്ലീഷ് ടേം പ്രോട്ടോപ്ലാസം എന്നാണ്. ജീവദ്രവ്യത്തിനുള്ളിൽ മർമ്മം ഒഴികെയുള്ള, മർമ്മം മീൻസ് നമ്മുടെ ന്യൂക്ലിയസ്. അപ്പോൾ നമ്മുടെ ഈ ജീവദ്രവ്യം ഉണ്ടല്ലോ, അതായത് ഈ പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ജീവദ്രവ്യം, അതെന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? നമ്മൾ പറഞ്ഞ എന്താണ്? കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും കൂടെ ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ജീവദ്രവ്യം. ആ ജീവദ്രവ്യമാണ് പ്രോട്ടോപ്ലാസം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ജീവദ്രവ്യത്തിനുള്ളിൽ നമ്മുടെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്ന പേരാണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം. കോശദ്രവ്യത്തിൻ്റെ ഇംഗ്ലീഷ് ടേമാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അപ്പോൾ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്തൊഴികെയുള്ളതാണ്? നമ്മുടെ ജീവദ്രവ്യത്തിനുള്ളിൽ എന്താണ് മർമ്മം ഒഴികെയുള്ള ബാക്കിയുള്ള ഭാഗങ്ങളെ നമ്മൾ കോശദ്രവ്യം എന്ന് അറിയപ്പെടുന്നു. ഇനി നമ്മുടെ സസ്യകോശത്തെ പറ്റി പറയുകയാണ്. സസ്യകോശത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം അറിയപ്പെടുന്ന പേരാണ് സെൽവാൾ എന്നറിയപ്പെടുന്നത്. സെൽവാൾ അല്ലെങ്കിൽ എന്താണ് കോശഭിത്തി എന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോശസ്തരം എന്തിൽ കാണപ്പെടത്തില്ല? സസ്യകോശത്തിൽ കാണപ്പെടത്തില്ല. കോശസ്തരം എന്തിൽ മാത്രമേ കാണപ്പെടത്തുള്ളൂ? അത് ആനിമൽ സെൽ അല്ലെങ്കിൽ ജന്തുകോശത്തിൽ മാത്രമേ കാണപ്പെടത്തുള്ളൂ. ഈ സസ്യകോശത്തിൻ്റെ പുറമെയുള്ള ഭാഗമായ സെൽവാൾ അല്ലെങ്കിൽ കോശഭിത്തി എന്തുകൊണ്ട് നിർമ്മിതമാണെന്ന് ചോദിച്ചാൽ അത് സെല്ലുലോസ് കൊണ്ട് നിർമ്മിതമാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് പാർട്ടിലെ ടോപ്പിക്ക്. ഇനിയും ഉണ്ട്, നെക്സ്റ്റ് ക്ലാസ് ഞാൻ അടുത്തതായിട്ട് തരാം.